നമസ്കാരം. ഇത് കോട്ടപ്പടിക്ക് പ്ലാമുടി കരയിൽ നമ്മുടെ സ്ഥലമാണ് ഈ കാണുന്നത്. സ്ഥിരമായിട്ട് ആന സഞ്ചരിക്കുന്ന വഴിയാണ് ഇപ്പം കാണാൻ പോകുന്നത്. ആനകൾ സ്ഥിരമായിട്ട് ഇതിൽ വരികയും നമ്മുടെ തെങ്ങും അടയ്ക്കാമരവും റബ്ബറും ഒക്കെ കളയാണ്. നാളെ ഈ കോതമംഗലം ഭാഗത്ത് ഒരുപാട് പേരെ ഇപ്പോൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പ്രയോജനമില്ല. ഇത് നശിപ്പിക്കും. വീണ്ടും കുറേ രാഷ്ട്രീയക്കാർ വരും, അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്ന് കുറേ മോഹന വാഗ്ദാനങ്ങൾ തരും. 10 ലക്ഷം രൂപ കൊടുക്കാമെന്നും പറഞ്ഞ് ചെക്ക് കൊടുക്കും. അത് പകുതി പൈസ പോലും ട്രഷറിയിൽ നിന്ന് പാസ്സാവില്ല. അങ്ങനെയുള്ള ഓരോരോ അവസ്ഥകളാണ്. സർക്കാരിന് ആളെ സംരക്ഷിക്കാൻ ഒരു നിയമവും ഇല്ല. ആനകളെ സംരക്ഷിക്കാനും ഇതൊക്കെയാണ് നിയമമുള്ളത്. അപ്പോൾ നാട്ടിൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആനകൾ വരും. ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഫെൻസിങ് ചെയ്തതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആന വരുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഫെൻസിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നം, ഇപ്പോൾ ട്രഞ്ച് എന്നും പറഞ്ഞൊരു പ്രശ്നം ഇപ്പോൾ അടുത്ത് തന്നെ വരും. ഇനി ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ട്രഞ്ച് എന്നും പറഞ്ഞൊരു പ്രശ്നം കൊണ്ടുവരും. പ്രഹസനം അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കില്ല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കേൾക്കേണ്ടവരൊക്കെ ചെവി ഒത്തി പിടിച്ചിരിക്കുക.